Hi friends, welcome to Sahagari Race Plus. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് ഈ ഒരു സിലബസ് ഫോളോ ചെയ്തു വന്ന പ്രീവിയസ്ലി ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് അക്കൗണ്ടൻസി റിലേറ്റഡ് ആ ഒരു ഏരിയയിൽ നിന്ന്. നമുക്കറിയാം ഒരു മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമ്മുടെ അക്കൗണ്ടൻസി ആണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 വർഷത്തെ 2 എക്സാമുകൾ ഉണ്ടായിരുന്നു. സിറ്റ്കോയും അതുപോലെ തന്നെ KFC അസിസ്റ്റന്റും സെയിം സിലബസ്, നമ്മുടെ ഈ അക്കൗണ്ടന്റ് ഗ്രേഡ് 2ന്റെ സെയിം സിലബസ് ഫോളോ ചെയ്ത് നടന്ന റിസന്റ് നടന്ന ഒരു എക്സാം ആണ് ഇവ രണ്ടും. അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അക്കൗണ്ടൻസിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺ റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, നമ്മുടെ ഗ്യാപ്പ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ടേം ആണ് ഈ പറയുന്ന ഓരോ ടേമുകൾ. നമ്മൾ ഗ്യാപ്പിനകത്ത് പഠിച്ച ഓരോ പ്രിൻസിപ്പിൾസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നും അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് എന്താണ് വന്നിരിക്കുന്നത്? The principles that revenue is recognized when it is earned. എന്താണ്, എപ്പോഴാണ് റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്? when it is earned. ഇത് ഏൺ ചെയ്യുന്ന സമയത്താണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. അല്ലാതെ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തല്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടിയോ പോയോ എന്നല്ല നമ്മൾ നോക്കുന്നത്, എപ്പോഴാണത് ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ എ മാച്ചിങ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി കോസ്റ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ലാസ്റ്റ് വൺ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഏതായിരിക്കും ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എപ്പോഴാണോ റവന്യൂ ഏൺ ചെയ്യുന്നത് അപ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഏതാണ്? റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അറിയണം ബാക്കിയുള്ള ഓപ്ഷനകത്ത് എന്താണ് വരുന്നത്. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകവും എക്സ്പെൻസും മാച്ച് ആകണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏത്? മാച്ചിങ് പ്രിൻസിപ്പിൾ അല്ലേ. അതുപോലെ തന്നെ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അസറ്റുകൾ വാങ്ങിച്ച് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? കോസ്റ്റ് പ്രൈസിന് റെക്കോർഡ് ചെയ്യണം, അല്ലാണ്ട് മാർക്കറ്റ് പ്രൈസിനല്ല. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസറ്റ് വാങ്ങിച്ച് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയുള്ള എക്സ്പെൻസുകൾ ആ ഒരു അസറ്റിന്റെ കോസ്റ്റിന്മേൽ കാണിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൂടിയാണ് ഏതെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമായി അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുക. അതായത് നമ്മൾ അക്കൗണ്ടിങ് മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ മെത്തേഡ്സ് തന്നെ ആയിരിക്കണം നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ ഫോളോ ചെയ്യേണ്ടത്. കൺസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അപ്പൊ അങ്ങനെ സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുന്നത്? സെയിം അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ 2 വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡിലെ കാര്യങ്ങൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. എന്താണ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ? ദിസ് പ്രിൻസിപ്പിൾ ഡിക്റ്റേറ്റ് ദാറ്റ് റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിങ് പീരീഡ് when it is earned. എന്താണ്, നമ്മൾ റവന്യൂ എപ്പോഴും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇത് ഏൺ ചെയ്യുന്ന സമയത്താണ്. അപ്പൊ റവന്യൂ എപ്പോഴും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? when it is earned ആണ്. which is typically when the goods or service have been delivered or rendered. എന്താണ്, നമ്മുടെ ഗുഡ്സോ സർവീസോ ഡെലിവർ ആകുന്നതോ റെൻഡർ ആകുന്നതോ അനുസരിച്ചിട്ട് അത് ഏൺ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൽ എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള റവന്യൂസ് റെക്കോർഡ് ചെയ്യേണ്ടത്. റിഗാർഡ്ലെസ്, അല്ലാതെ എന്ത് വെച്ചിട്ടല്ല, വെൻ ദ റിലേറ്റഡ് ക്യാഷ് ഈസ് റിസീവ്ഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, എപ്പോഴാണോ ഏൺ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത്? റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇത് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷനകത്തുള്ള ബാക്കി ഐറ്റംസ് നോക്കാം.
ഫസ്റ്റ് വൺ പറയുന്നു മാച്ചിങ് പ്രിൻസിപ്പിൾ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് എക്സ്പെൻസ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദി സെയിം അക്കൗണ്ടിംഗ് പീരീഡ് റവന്യൂ ദേ ഹെൽപ്ഡ് ടു ജനറേറ്റ്. എന്താണ്, നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആ ഇൻകം എഴുതിയ അതേ അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് സെയിം അക്കൗണ്ടിംഗ് പീരീഡിലായിരിക്കണം. ഇൻകവും എക്സ്പെൻസും ഒരേ അക്കൗണ്ടിംഗ് പീരീഡിലുള്ളതായിരിക്കണം ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് മാച്ചിങ് കോസ് ആൻഡ് എഫക്റ്റ്. എന്താണ്, എക്സ്പെൻസും റവന്യൂയും തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? കോസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദിസ് പ്രിൻസിപ്പിൾ റിക്വയർ അസറ്റ് ടു ബി റെക്കോർഡഡ് അറ്റ് their original cost, the price paid for them when acquired, and this cost remain the basis for accounting record. എന്താണ്, നമ്മളൊരു അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒറിജിനൽ കോസ്റ്റ് ആയിരിക്കണം. അതായത് ആ ഒരു അസറ്റ് വാങ്ങിക്കാൻ നമുക്കുണ്ടായ ചെലവ് അത് നമ്മുടെ എന്താണ് ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കണം അല്ലേ? അതിനു വേണ്ടിയിട്ടൊക്കെ ഉണ്ടായ എല്ലാ ചെലവുകളും ഏതിൽ തന്നെയാണ് വരേണ്ടത്? ആ അസറ്റിന്മേലാണ് വരേണ്ടത്. ആ കോസ്റ്റ് പ്രൈസ് ആയിരിക്കണം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഏതാണ്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ആണ്. This principle state that once a company adopt an accounting method, എന്താ, ഒരു തവണ നമ്മുടെ കമ്പനി ഒരു അക്കൗണ്ടിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് യൂസ് ഇറ്റ് കൺസിസ്റ്റന്റ്ലി ഫ്രം വൺ അക്കൗണ്ടിംഗ് പീരീഡ് ടു ദി നെക്സ്റ്റ് പീരീഡ്. എന്താണ്, ഒരു പീരീഡിൽ നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് പീരീഡിലും ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. പക്ഷേ അവിടെ എന്താണ്, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, എങ്കിലാണ് കമ്പാരിസൺ നടക്കുന്നത് എന്നാണ്. എന്ന് വെച്ചിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് ഒന്ന് തന്നെ ഫോളോ ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. ഏറെക്കുറെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഒരു വർഷം ഒരു പീരീഡ് നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ എടുക്കുന്നു. ആദ്യത്തെ വർഷം ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ്, രണ്ടാമത്തെ വർഷം ഡിമിനിഷിങ്, വീണ്ടും ഫിക്സഡ്, അങ്ങനെ മാറ്റരുത്. പക്ഷെ എന്താണ്, നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമെങ്കിൽ അവിടെ വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് മാറ്റരുത്. അവിടെ ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ 4 അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പഠിച്ചത്. മാച്ചിങ് പ്രിൻസിപ്പിൾ, കോസ്റ്റ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, പിന്നെ നമ്മുടെ ആൻസർ ആയിട്ടുള്ള റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ അല്ലേ? ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഷെഡ്യൂൾ ഓഫ് ദി കമ്പനീസ് ആക്ട് സ്പെസിഫൈ ദ ഫോർമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് കമ്പനീസ് ബാലൻസ് ഷീറ്റ്? എന്താണ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റ് ഏത് ഷെഡ്യൂളിലാണ് തന്നിരിക്കുന്നത്? എവിടെയാണ്? കമ്പനീസ് ആക്ടിന്റെ ഏത് ഷെഡ്യൂളിലാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് തന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഷെഡ്യൂൾ 1 പറയുന്നുണ്ട്, ഓപ്ഷൻ ബി ഷെഡ്യൂൾ 3, ഓപ്ഷൻ സി ഷെഡ്യൂൾ 4 ആൻഡ് ലാസ്റ്റ് വൺ ഷെഡ്യൂൾ 5. അപ്പൊ നമുക്ക് ഓരോ ഷെഡ്യൂളിലും എന്താണ് വന്നിരിക്കുന്നത് എന്നറിയണം. അപ്പൊ കമ്പനീസ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് ഏത് ഷെഡ്യൂൾ ആണ്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഷെഡ്യൂൾ നമ്പർ 3യിലാണ് എന്ത് വരുന്നത്? കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഷെഡ്യൂൾ 3 ഓഫ് ദി Companies Act 2013 mandate the specific format for preparing financial statement of the company, which include balance sheet part 1 and statement of profit and loss account part 2. എന്താണ്, കമ്പനീസ് ആക്ട് 2013ലെ ഷെഡ്യൂൾ നമ്പർ 3യിലാണ് എന്തിനെ പറ്റിയിട്ട് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് പറയുന്നത് ഏതാണ്? കമ്പനീസ് ആക്ടിന്റെ ഷെഡ്യൂൾ 3യിലാണ്. അവിടെ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഷെഡ്യൂൾ 3യുടെ പാർട്ട് 1ൽ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പാർട്ട് 2ൽ എന്താണ് വരുന്നത്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആണ്. അപ്പൊ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ഷെഡ്യൂൾ മാത്രമാണ് ചോദിച്ചത് എങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? പാർട്ട് ഏതാണെന്നായിരിക്കും. അപ്പൊ നിങ്ങൾ മറന്നു പോവരുത്. നമ്മൾ നോർമലി പഠിക്കുന്നത് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നീടാണ് ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ എന്തായിരിക്കും? പാർട്ട് 1 എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്
അക്കൗണ്ടും പാർട്ട് 2-ലേക്കായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് ഓർത്ത് വെച്ചിരിക്കുന്നത്. തിരിഞ്ഞു പോകരുത്, തിരിച്ചാണ് വരേണ്ടത്. പാർട്ട് 1-ലാണ് എന്തുള്ളത്? ബാലൻസ് ഷീറ്റ് ഉള്ളത്. പാർട്ട് 2-ൽ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഷെഡ്യൂൾ, നമ്മുടെ ഓപ്ഷനിൽ വേറെ ഏതൊക്കെയോ ഷെഡ്യൂൾസ് പറഞ്ഞു, അതെന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ പറഞ്ഞത് ഷെഡ്യൂൾ 1 ആണ്. ഷെഡ്യൂൾ 1-ൽ എന്താണുള്ളത്? മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. നമ്മുടെ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ആണ് ഷെഡ്യൂൾ 1-ൽ ഉള്ളത്. ദെൻ ഷെഡ്യൂൾ 4 ആണ് പറഞ്ഞത്. അവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ കോഡാണ്. കോഡ് ഫോർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്, ഷെഡ്യൂൾ 4-ൽ വരുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഷെഡ്യൂൾ 5 ആണ്. അവിടെ എന്താണ്? മാനേജീരിയൽ അപ്പോയിന്റ്മെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ആണ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഷെഡ്യൂൾ 1-ൽ കമ്പനിയുടെ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഷെഡ്യൂൾ 3 നമ്മൾ പറഞ്ഞു ഫോർമാറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. ഷെഡ്യൂൾ 4-ൽ എന്താണ്? കോഡ് ഫോർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ ഷെഡ്യൂൾ 5-ൽ മാനേജീരിയൽ അപ്പോയിന്റ്മെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, കമ്മീഷൻ പെയ്ഡ് ടു കൺസൈനി ഫോർ സെയിൽ എബവ് എ സർട്ടൻ പ്രൈസ് ഈസ് കോൾഡ്. എന്താണ്? നമ്മുടെ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്മീഷൻ പെയ്ഡ് ടു കൺസൈനി ഫോർ സെയിൽ എബവ് എ സർട്ടൻ പ്രൈസ്. എന്താണ്? നമ്മുടെ കൺസൈനർ പറഞ്ഞ വിലയേക്കാൾ കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ കൺസൈനി സെയിൽ നടത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സെയിലിന് കൊടുക്കുന്ന കമ്മീഷന് വിളിച്ച പേരെന്താ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഓർഡിനറി കമ്മീഷൻ, ഓപ്ഷൻ ബി ഓവർ റൈഡിംഗ് കമ്മീഷൻ, ഓപ്ഷൻ സി ഡെൽക്രെഡർ കമ്മീഷൻ, ഓപ്ഷൻ ഡി ബ്രോക്കറേജ്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? നമ്മുടെ കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? MRP-യിലെ, അതായത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസിനേക്കാൾ, അതായത് കൺസൈനർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ പ്രൈസിനേക്കാൾ കൂട്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു എമൗണ്ടിനാണ് നമ്മുടെ കൺസൈനി ഈ ഒരു സാധനം വിറ്റത് എങ്കിൽ കൺസൈനിക്ക് ലഭിക്കുന്ന കമ്മീഷന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഓവർ റൈഡിംഗ് കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ് പറയുന്നത്. ഓവർ ആണില്ലേ, അതായത് നോർമൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ് കൊടുക്കുന്നത്, കൂടുതൽ പ്രൈസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വിൽപ്പന നടത്തുന്നത്. അപ്പൊ എന്താണ്? അത് ഓവർ റൈഡിംഗ് ആണില്ലേ. അത്തരത്തിലുള്ള കമ്മീഷനെ നമുക്ക് ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറയാം. എന്താണെന്ന് നോക്കാം. ഓവർ റൈഡിംഗ് കമ്മീഷൻ ഈസ് ആൻ extra commission paid to the consignee as an incentive to maximize the selling price. എന്താണ്? സെല്ലിംഗ് പ്രൈസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഇൻസെന്റീവും അതുപോലെ തന്നെ എക്സ്ട്രാ കമ്മീഷനെയുമാണ് എന്തെന്ന് പറഞ്ഞത്? ഓവർ റൈഡിംഗ് കമ്മീഷൻ. അപ്പൊ ഇവിടെ എന്താണ് കൺസൈനർക്കുള്ള ലാഭം? അയാള് ഉദ്ദേശിച്ച വിലയേക്കാൾ കൂടുതൽ ഇട്ടാണ് കൺസൈനി എന്ത് നൽകിയത്? സെയിൽ നടത്തിയത്. അപ്പൊ അത്രയും ലാഭം അയാൾക്ക് വരികയാണ്. അപ്പൊ ഇതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൈനിക്ക് കൺസൈനർ നൽകുന്ന എക്സ്ട്രാ കമ്മീഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓവർ റൈഡിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ള കമ്മീഷൻ എന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഏതായിരുന്നു? ഓർഡിനറി കമ്മീഷൻ ആണ് അല്ലേ. ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസൈൻമെന്റ് ബിസിനസ്സിലെ സ്റ്റാൻഡേർഡ് കമ്മീഷൻ ആണ്. നമ്മുടെ കൺസൈനർ കൺസൈനിക്ക് നൽകേണ്ട റെഗുലർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കമ്മീഷൻ ആണ് ഏത്? ഓർഡിനറി കമ്മീഷൻ. ദ സ്റ്റാൻഡേർഡ് റെഗുലർ കമ്മീഷൻ പെയ്ഡ് as a fixed percentage of total gross sales. എന്താണ്? നമ്മുടെ ടോട്ടൽ ഗ്രോസ് സെയിൽസിന്റെ ഫിക്സഡ് പെർസെന്റേജ് റെഗുലർ കമ്മീഷനായിട്ട് നൽകുന്ന, സ്റ്റാൻഡേർഡ് കമ്മീഷനായിട്ട് നൽകുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടോട്ടൽ ഗ്രോസ് സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ഇൻക്ലൂഡഡ് ആണ്. മെയ്ഡ് ബൈ ദി കൺസൈനി. കൺസൈനി നടത്തുന്ന ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസിന്റെ ടോട്ടൽ ഗ്രോസ് സെയിൽസിന്റെ ഫിക്സഡ് പെർസെന്റേജ് റെഗുലർ ഓർ സ്റ്റാൻഡേർഡ് കമ്മീഷനായിട്ട് നൽകുമ്പോൾ ആ കമ്മീഷന് വിളിച്ച പേരാണ് ഇത്? ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ബേസിക് റെമ്യൂണറേഷൻ ഫോർ സെല്ലിംഗ് ദ ഗുഡ്സ്. എന്താണ്? നമ്മുടെ കൺസൈനർ കൺസൈനിക്ക് നൽകുന്ന ബേസിക് റെമ്യൂണറേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്. കൺസൈനറുടെ സാധനങ്ങൾ കൺസൈനി വിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ബേസിക് റെമ്യൂണറേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഓർഡിനറി കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെൽക്രെഡർ കമ്മീഷൻ? ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് എന്താണ്? ഒരു അഡീഷണൽ കമ്മീഷൻ ആണ്. നമ്മുടെ കൺസൈനി ബാഡ് ഡെറ്റ് റിസ്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു എക്സ്ട്രാ കമ്മീഷനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഡെൽക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻ അഡീഷണൽ കമ്മീഷൻ പെയ്ഡ് ടു ദി കൺസൈനി ഫോർ ടേക്കിംഗ് ദ ഗ്യാരണ്ടി ഓഫ് ബാഡ് ഡെറ്റ് അറൈസിംഗ് ഫ്രം ദി ക്രെഡിറ്റ് സെയിൽ. എന്താണ്? നമ്മുടെ കൺസൈനി സാധനങ്ങൾ വിൽക്കുമ്പോൾ കടത്തിന് വിൽക്കുകയാണ്.
അതായത് കൺസൈനർ പറയാണ് കടത്തിനോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ടോ ഒക്കെ വിൽക്കാവുന്നതാണ്. അപ്പോൾ കടത്തിന് വിൽക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ അവിടെ എന്തുണ്ട്, ഡെറ്റേഴ്സ് വരും. അത് ചിലപ്പോൾ ബാഡറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബാഡറ്റ് വരികയാണെങ്കിൽ അതിന് ഗ്യാരണ്ടി ആര് നിൽക്കണം, കൺസൈനി നിൽക്കും. അതായത് കൺസൈനിയുടെ റിസ്കിലാണ് ആ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നത് എങ്കിൽ അയാൾക്ക് അതിനെന്ത് നൽകണം, ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ എക്സ്ട്രാ ബെനിഫിറ്റ് നൽകണം. അങ്ങനെ നൽകുന്ന എക്സ്ട്രാ കമ്മീഷൻ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഡെൽ ക്രെഡർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാഡറ്റുമായിട്ടാണ് നിങ്ങൾ എന്തിനെ ബന്ധപ്പെടുത്തേണ്ടത്, ഡെൽ ക്രെഡർ കമ്മീഷനെ ബന്ധപ്പെടുത്തേണ്ടത്. വെൻ ദിസ് കമ്മീഷൻ ഈസ് പെയ്ഡ് എനി സബ്സിക്വന്റ് ബാഡറ്റ് ഫ്രം ദി ക്രെഡിറ്റ് സെയിൽസ് ഈസ് ബോൺ ബൈ ദി കൺസൈനി നോട്ട് ദ കൺസൈനർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കമ്മീഷൻ അവർ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൺസൈനി ആ ഒരു കമ്മീഷൻ വാങ്ങിക്കുകയാണ് എങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ബാഡറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ബാഡറ്റ് ആര് ബോൺ ചെയ്യണം, കൺസൈനി ബോൺ ചെയ്യണം. കാരണം എന്ത് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്, ബാഡറ്റ് സംഭവിക്കുകയാണെങ്കിൽ കൺസൈനി അത് ബോൺ ചെയ്യാമെന്നുള്ള ഗ്യാരണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടം ആർക്ക് വരില്ല, കൺസൈനർക്ക് വരില്ല. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നൽകുന്നത്, നമ്മുടെ കൺസൈനിക്ക് ഒരു അഡീഷണൽ കമ്മീഷൻ എന്ന രീതിയിൽ ഡെൽ ക്രെഡർ കമ്മീഷൻ നൽകുന്നത്. ലാസ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞത് ബ്രോക്കറേജ് ആണ്. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബ്രോക്കേഴ്സിന് നോർമൽ രീതിയിൽ കൊടുക്കുന്ന ആ ഒരു റെമ്യൂണറേഷൻ ആണ് ബ്രോക്കറേജ്. ദ ടേം റിഫേഴ്സ് ടു ദി fee paid to a broker for facilitating a deal primarily in financial market like a stock market transaction or real estate. എന്താണ്, സാധാരണ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ഉള്ള ബ്രോക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഫീ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ബ്രോക്കറേജ് എന്നൊരു ടേമിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ നമ്മൾ ആദ്യം പറഞ്ഞ ഓർഡിനറി കമ്മീഷൻ, പിന്നീട് ഡെൽ ക്രെഡർ കമ്മീഷൻ, ദെൻ ഓവർ റൈഡിംഗ് കമ്മീഷൻ. ഇത്രയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ASനെ പറ്റിയിട്ടാണ് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗ്യാപ്പിന്റെ അകത്ത് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്? ഓപ്ഷൻ എ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, ഓപ്ഷൻ ബി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, ഓപ്ഷൻ സി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 ആൻഡ് ലാസ്റ്റ് വൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10. ഏതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആണ് വരുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, AS 3 ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. AS 3 is the accounting standard issued by the Institute of Chartered Accountants of India that deal with the preparation and presentation of cash flow statement. എന്താണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആണ് AS ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ AS 3 ഡീൽ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, AS 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയിൽ പറഞ്ഞ AS 1 എന്താണ്? AS 1ൽ പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. അപ്പൊ മറന്നു പോകരുത്, AS 1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് റിക്വയർസ് ഡിസ്ക്ലോഷർ ഓഫ് സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസീസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിക്വയർ ചെയ്യുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടിംഗ് പോളിസീസിന്റെയും ഡിസ്ക്ലോഷറിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. AS 1 അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1ൽ പറയുന്നത്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 എന്താണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് ആണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5 ആണ്. 5 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി പീരീഡ് ആണ്. അതുപോലെ തന്നെ പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5ൽ വരുന്നത് നമ്മുടെ ഈ ഒരു പീരീഡിലുള്ള നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, അതുപോലെ തന്നെ പ്രയർ പീരീഡ് ഐറ്റംസ്, പിന്നെന്താണ് അക്കൗണ്ടിംഗ് പോളിസീസിലെ ചേഞ്ചസ്, ഗവൺ ഹൗ ടു ക്ലാസിഫൈ ആൻഡ് ഡിസ്ക്ലോസ് ദീസ് ഐറ്റം. എങ്ങനെയാണ് ഈ ഐറ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നതും എന്ന് എവിടെ പറയുന്നു, AS 5ൽ പറയുന്നു. അപ്പോൾ AS 1 എന്താണ്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ് പറഞ്ഞു. AS 3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആൻഡ് എന്താണ് പ്രസന്റേഷൻ പറഞ്ഞു. AS 5 എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ്, പ്രയർ പീരീഡ് ഐറ്റംസ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ഇത്രയാണ് AS 5ൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ AS 10ൽ പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മുടെ AS 6 റിവൈസ് ചെയ്തായിരുന്നു. AS 6 ഡിപ്രീസിയേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് റിവൈസ് ചെയ്തിട്ടാണ് AS 10ൽ നമ്മൾ എന്ത് കൊണ്ടുവന്നത്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, PPE എന്നാണ് അറിയപ്പെടുന്നത്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഡീൽ വിത്ത് ദി അക്കൗണ്ടിംഗ് ഫോർ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഇവിടെ എന്താണ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഫോർമലി പണ്ട് AS 6 ഓൺ ഡിപ്രീസിയേഷൻ ആൻഡ് AS 10 ഓൺ ഫിക്സഡ് അസറ്റ് അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് മാറ്റിയിട്ട്
അതായത് AS6ഉം AS10ഉം മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുവന്നു? AS10 എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനിൽ AS6 ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഇപ്പം പക്ഷെ അത് റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് ദെയർ എക്സ്പ്ലനേഷൻ. വീണ്ടും എന്താണ്? ഗ്യാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഗ്യാപ്പിൽ നിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സെയിം എക്സാം ആണ്. അപ്പൊ കോളം എയിലും ബിയിലും ആയിട്ട് കുറച്ച് ഐറ്റംസും അതിന്റെ എക്സ്പ്ലനേഷനും ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, തേർഡ് വൺ എൻറ്റിറ്റി കൺസെപ്റ്റ്, ലാസ്റ്റ് വൺ അക്രൂവൽ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ഒരു 4 പഠിച്ചിരുന്നു. അതിനകത്ത് നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള അടുത്ത ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാനൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, അത് വെച്ചിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് നമുക്ക് ഡീപ്പ് ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യം പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്? പേരിൽ തന്നെയുണ്ട്, ഗോയിങ്, പോവുക അല്ലെ. എന്താണ്? നമ്മുടെ ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏത്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ലൈഫ് ആണ് എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, അതായത് മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഏത്? മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നു എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതിന് മറ്റൊരു പേരുണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അതായത് ബിസിനസ്സും ബിസിനസ് മാനും, അതായത് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏത്? എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. റവന്യൂം എക്സ്പെൻസും ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത് എപ്പോഴാണോ അത് ഇൻകർ ആവുന്നത് എന്ന് നോക്കിയിട്ടാണ്, അല്ലാതെ അതിന്റെ ക്യാഷ് കൊടുത്തോ വാങ്ങിയോ എന്ന് നോക്കിയിട്ടല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഏത്? അക്രൂവൽ കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു ബേസിൽ നമുക്ക് ഇതിനെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓപ്ഷൻ എയിൽ, അതായത് എക്സ്പ്ലനേഷനിൽ ആദ്യത്തെ ഐറ്റം പറയുന്നത് എന്താണ്? ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ഇത് പറയുന്ന ഏത് പ്രിൻസിപ്പിൾ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്? എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. സോ നമുക്ക് 3യും എയും ആണ് മാച്ച് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഫോർസിയബിൾ ഫ്യൂച്ചർ, അതായത് ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട്. ബിസിനസ് എന്താണ്? ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് ഏത് കോൺസെപ്റ്റ് ആണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എയിലെ 1ഉം ബിയിലെ ബിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത് പറയുന്നു ഓൺലി ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മണി ആർ റെക്കോർഡഡ്. എന്താണ്? മണി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എവിടെയാണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്യാം. പിന്നീട് ലാസ്റ്റ് വൺ പറയുന്നു റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻകേർഡ് നോട്ട് വെൻ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ റിസീവ്ഡ്. എന്താണ്? ക്യാഷ് കിട്ടിയോ വന്നോ എന്നൊന്നും അല്ല നോക്കേണ്ടത്. എപ്പോഴാണോ നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും ഇൻകർ ആവുന്നത് അപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 1 ബി, 2 സി, അതുപോലെ തന്നെ 3 എ, 4 ഡി. നമ്മുടെ ഓപ്ഷനിൽ അതുണ്ടായിരുന്നു. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷനിൽ 1 ബി, അതായത് ഓപ്ഷൻ സി ഞാൻ ഇട്ടിട്ടില്ല, ഇവിടെ സ്ഥലം തികയാത്ത കാരണം ആൻസർ ആണ് ഇട്ടിരിക്കുന്നത്. 1 ബി, അതുപോലെ തന്നെ 2 സി, 3 എ ആൻഡ് ലാസ്റ്റ് വൺ 4 ഡി. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് 2 അസംഷൻസ് തന്നിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റും 2 അസംഷനും തന്നിട്ട് അസംഷനിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഫിക്സ്ഡ് അസെറ്റ് എവരി ഇയർ. എന്താണ്? എല്ലാ വർഷവും ഫിക്സ്ഡ് അസറ്റിന്മേൽ നമ്മൾ എന്ത് ചാർജ് ചെയ്യാറുണ്ട്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ അസംഷൻ പറയാണ് ഫിക്സ്ഡ് അസറ്റ് ലോസ് വാല്യൂ വിത്ത് ടൈം. എന്താണ്? ടൈം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ എന്താണ്? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. രണ്ടാമത് എന്താ പറയുന്നത്? ഡിപ്രീസിയേഷൻ എൻഷുർ ഫെയർ റിപ്പോർട്ടിംഗ് ഓഫ് അസറ്റ് വാല്യൂ. അസറ്റിന്റെ വാല്യൂ ഫെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്രീസിയേഷൻ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ചൂസ് ദ കറക്റ്റ് അസംഷൻ ടു ദ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന് മാച്ച് ആയിട്ടുള്ള കറക്റ്റ് അസംഷൻ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലായി. എന്താ? എല്ലാ വർഷവും ഫിക്സ്ഡ് അസറ്റിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് അസറ്റുകൾ
ടൈം കഴിയും തോറും എന്താണ് വിയർ ആൻഡ് ടിയറും ഒബ്സൊലസൻസും ഒക്കെ വന്നുകൊണ്ട് നമ്മുടെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ശരിയാണ്. അസംഷനിൽ പറഞ്ഞിരിക്കുകയാണ് ഫിക്സഡ് അസറ്റ് ലോസ് വാല്യൂ വിത്ത് ടൈം. ശരിയല്ലേ? ഫിക്സഡ് അസറ്റ് എന്താണ് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ലോസ് ആയിക്കൊണ്ടിരിക്കും. ടൈം പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് പറ്റിക്കൊണ്ടിരിക്കും? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് ശരിയാണ്. ഇനി ഡിപ്രീസിയേഷന്റെ ഒരു നീഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന്റെ നീഡായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്താ? അസറ്റിന്റെ വാല്യൂസ് ഫെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഡിപ്രീസിയേഷൻ വേണം. ഡിപ്രീസിയേഷൻ ഇല്ലാതെ വാങ്ങിച്ച വില തന്നെ എല്ലാ വർഷവും നമ്മൾ അസറ്റിന് കൊടുക്കുകയാണെങ്കിൽ അത് ഫെയർ ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ലോസുകൾ നമ്മുടെ അസറ്റിന് വരുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സോ രണ്ടാമത്തെ അസംഷനും എന്ത് തന്നെയാണ്? ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ only assumption 1, ഓപ്ഷൻ ബി only assumption 2, ഓപ്ഷൻ സി both assumptions are correct and last one neither is correct. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? ഓപ്ഷൻ സി എടുക്കാം. both assumptions are correct. ശരിയല്ലേ? രണ്ട് അസംഷൻ ഇവിടെ എന്ത് തന്നെയാണ്? ശരിയാണ്. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ദ ഫിക്സഡ് അസറ്റ് ലോസ് വാല്യൂ വിത്ത് ടൈം, അതായത് ഡിപ്രീസിയേഷന്റെ റീസൺ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ നമ്മൾ നൽകുന്നത്? നമ്മുടെ അസറ്റുകളെല്ലാം ടൈം പോകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വാല്യൂവിൽ എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. ദിസ് അസംഷൻ പ്രൊവൈഡ് ദ ഫണ്ടമെന്റൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ. നമ്മൾ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഫണ്ടമെന്റൽ ജസ്റ്റിഫിക്കേഷൻ തന്നെ എന്താണ്? ഫിക്സഡ് അസറ്റ് ടൈം കഴിയും തോറും അതിന്റെ വാല്യൂവിൽ നഷ്ടം വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. Fixed asset like machinery, building and vehicles are consumed or wear out over their useful life due to usage, obsolescence and passage of time. എന്താണ്? നമുക്കറിയാം ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ കുറയാനുണ്ടായ കാരണങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, ഒബ്സൊലസൻസ് ആകുന്നത്, ടൈം പാസേജ് ഓഫ് ടൈം ആകുന്നത്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള മെഷീനറിയും ബിൽഡിങ്ങും വെഹിക്കിൾസും ഇതിന്റെ ഒക്കെ വാല്യൂല് കുറവ് വരുത്തുന്ന സാധനമാണ്. ദെൻ രണ്ടാമത്തെ അസംഷനിൽ പറഞ്ഞു ഡിപ്രീസിയേഷൻ ensure fair reporting of assets value. ഇതെന്താണ്? ഡിപ്രീസിയേഷന്റെ പർപ്പസ് ആണ് ഇവിടെ പറയുന്നത്. എന്തിനാണ് ഡിപ്രീസിയേഷൻ നൽകുന്നത്? നമ്മുടെ അസറ്റുകളുടെ വാല്യൂ കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്രീസിയേഷൻ നൽകുന്നത്. ദിസ് അസംഷൻ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ബൈ സിസ്റ്റമാറ്റിക്കലി റിഡ്യൂസിംഗ് ദ ബുക്സ് വാല്യൂ ഓഫ് അസറ്റ് ഓവർ ഇറ്റ്സ് ലൈഫ്. എന്താണ്? ഒരു അസറ്റ് അതിന്റെ ലൈഫിൽ എന്ത് സംഭവിക്കും? സമയം കഴിയും തോറും അല്ലെങ്കിൽ എന്താണ് അതിന്റെ യൂസേജ് കഴിയും തോറും എന്താ അതിന്റെ വാല്യൂ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഡിപ്രീസിയേഷൻ വേണം. ദ റിപ്പോർട്ടഡ് ബുക്ക് വാല്യൂ ഓൺ ദി ബാലൻസ് ഷീറ്റ് ഈസ് ക്ലോസർ ടു ഇറ്റ്സ് ട്രൂ ഇക്കണോമിക് വാല്യൂ. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഏകദേശം നമ്മുടെ അസറ്റിന്റെ ആ ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ എക്കണോമിക് വാല്യൂ ആയിട്ട് മാച്ച് ആവുന്നത് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് അസംഷൻസും എന്ത് തന്നെയാണ്? ശരിയായിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ സി നമ്മൾ സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റും രണ്ട് അസംഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. അക്രൂവൽ ബേസിസ് ഈസ് ബെറ്റർ ദാൻ ക്യാഷ് ബേസിസ് ഫോർ ലാർജ് ബിസിനസ്. എന്താണ്? വലിയ വലിയ ബിസിനസ്സുകൾക്ക് അക്രൂവൽ ബേസിസ് ആണ് ക്യാഷ് ബേസിസിനേക്കാൾ നല്ലത്. അപ്പൊ എന്താണ് അക്രൂവൽ, എന്താണ് ക്യാഷ് ബേസിസ് എന്ന് അറിയണം അല്ലേ? അക്രൂവൽ ബേസിസ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? നമുക്ക് ക്യാഷ് വന്നോ പോയോ എന്നല്ല നോക്കുന്നത്, എപ്പോഴാണ് അത് ഏൺ ചെയ്തത് ആ സമയത്ത് അതിനെ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്യാഷ് കോൺസെപ്റ്റ് അങ്ങനെയല്ല. ക്യാഷ് എപ്പോഴാണ് വരുന്നത്, ക്യാഷ് എപ്പോഴാണ് പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവിടെ റെക്കോർഡിങ്സ് നടക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ക്യാഷ് ബേസിസിനേക്കാൾ നല്ലത് ഏത് തന്നെയാണ്? അക്രൂവൽ ബേസിസിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ശരിയാണ്. അവിടുത്തെ അസംഷൻസ് ആണ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അക്രൂവൽ ബേസിസ് റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് വെൻ ദേ ഒക്കർ. എന്താണ്? അക്രൂവൽ ബേസിസിൽ നമ്മൾ ഇൻകവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴാണ് അത് ഉണ്ടായത് എന്ന് നോക്കിയിട്ടാണ്. ശരിയല്ലേ? അക്രൂവൽ ബേസിസിൽ ക്യാഷ് വന്നോ പോയോ എന്നല്ല നോക്കുന്നത്, ആ ഒരു ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എപ്പോഴാണ് ഉണ്ടായത് അത് വെച്ചിട്ടാണ് എന്ത് നടത്തുന്നത്? റെക്കോർഡിംഗ് നടത്തുന്നത്. ശരിയാണ്. സെക്കൻഡ് വൺ പറയുന്നു ലാർജ് ബിസിനസ് ഡു നോട്ട് ഹാവ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. എന്താണ്? വലിയ ബിസിനസ്സുകൾക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ഒന്നും വരൂല. അതുകൊണ്ട് എന്താണ്? ക്യാഷ് ബേസിസിനേക്കാൾ നല്ലത് അക്രൂവൽ ബേസിസ് ആണ്. അങ്ങനെയാണോ? വലിയ ബിസിനസ്സിന് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകും.
ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ നല്ലത് ഏത് തന്നെയാണ്? ബേസ് എടുക്കുമ്പോൾ അക്രൂവൽ ബേസിസിൽ തന്നെ പോകുന്നതാണ് നല്ലത് ക്യാഷ് ബേസിസിനേക്കാൾ. അതിന്റെ അർത്ഥം അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല എന്നല്ല, അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അസംഷൻ അവിടെ റോങ് ആണ്. നമ്മളോട് പറയാണ് ചൂസ് ദ മാച്ചിങ് അസംഷൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റിന് മാച്ച് ആയിട്ടുള്ള അസംഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ശരിയായിട്ടുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഒന്ന് ശരിയാണ്, രണ്ട് തെറ്റാണ് അല്ലേ? ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ only 1 മാച്ച്, only 2 മാച്ച്, both matches, neither matches. ഏതാണ്? only 1 ആണ് മാച്ച്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ? കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാ? ആ രണ്ടാമത്തെ ആ ഒരു അസംഷൻ അവിടെ തെറ്റാണ് അല്ലേ? ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് അവിടെ തെറ്റാണ് വരുന്നത്. ഇനി നമുക്ക് അക്രൂവൽ ബേസിസും അതുപോലെ തന്നെ ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റവന്യൂ റെക്കഗ്നിഷന്റെ കാര്യമാണ്. നമ്മുടെ ഫീച്ചർ എന്ന് പറയുന്നത് റവന്യൂ റെക്കഗ്നിഷൻ ആണ്. അക്രൂവൽ ബേസിസിൽ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആണ് അല്ലേ? അല്ലാണ്ട് ക്യാഷ് റിസീവ് ചെയ്യുന്നതല്ല. അപ്പോൾ റെക്കോർഡഡ് വെൻ ഏൺഡ്. എന്താണ്? വെൻ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഡെലിവേർഡ്. ആ ഡെലിവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം. ക്യാഷ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെയാണ് നോക്കേണ്ടത്. അപ്പൊ റിഗാർഡ്ലെസ് ഓഫ് ദി വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്, ക്യാഷ് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. എവിടെ? അക്രൂവൽ ബേസിസ് അക്കൗണ്ടിൽ. പക്ഷെ ക്യാഷ് ബേസിസ് അക്കൗണ്ടിൽ എങ്ങനെയാണ്? റെക്കോർഡഡ് ഓൺലി വെൻ ക്യാഷ് ഈസ് ആക്ച്വലി റിസീവ്ഡ്. നമുക്ക് ഒരു റവന്യൂ ഉണ്ടാവുകയാണെങ്കിൽ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് ആക്ച്വലി എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്, ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ദെൻ ഇനി എക്സ്പെൻസ് റെക്കഗ്നിഷൻ നോക്കാം. എക്സ്പെൻസ് റെക്കഗ്നിഷൻ എങ്ങനെ തന്നെയാണ്? അക്രൂവൽ ബേസിസിൽ എപ്പോഴാണോ ആ ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നത്, അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല നോക്കുന്നത്, എപ്പോഴാണ് അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. റെക്കോർഡഡ് വെൻ ഇൻകേർഡ്. എന്താണ്? എപ്പോഴാണ് ആ ഒരു നമ്മുടെ എക്സ്പെൻസ് ഉണ്ടാകുന്നത് ആ സമയത്ത് നമുക്ക് അത് റെക്കോർഡ് ചെയ്യാം. അല്ലാതെ ക്യാഷ് കൊടുത്തതിന് ശേഷം മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നില്ല. പക്ഷെ ക്യാഷ് ബേസിസിൽ എങ്ങനെയാണ്? എപ്പോഴാണോ നമ്മൾ ആക്ച്വലി ക്യാഷ് അവർക്ക് കൊടുക്കുന്നത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി എന്നുള്ള ഒരു അക്കൗണ്ടിങ് ആണ് എവിടെ വരുന്നത്? ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഹെൽത്ത് വ്യൂ നോക്കുകയാണെങ്കിൽ അക്രൂവൽ ബേസിസ് ആണ് കുറച്ചുകൂടി ആക്യുറേറ്റ് പിക്ചർ നമുക്ക് നൽകുന്നത്. പ്രൊവൈഡ് ആൻഡ് മോർ ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് ബിക്കോസ് ഇറ്റ് മാച്ച് റവന്യൂ ആൻഡ് അസോസിയേറ്റഡ് എക്സ്പെൻസ് ഇൻ ദി സെയിം പീരീഡ്. നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. നമ്മുടെ ഒരു എക്സ്പെൻസും ഇൻകവും സെയിം പീരീഡിൽ തന്നെ ഉണ്ടായതാണ് എങ്കിൽ, അതായത് ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ ഒരു ഇൻകം ഇല്ലേ, ഒരു ഇൻകത്തിന് നമുക്ക് എന്ത് വേണം? ഒരു എക്സ്പെൻസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സോ അത് രണ്ടും ഒരേ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യണമെങ്കിൽ ഇത് വന്നത് പോയത് നോക്കിയാൽ പോരെ, അല്ലാതെ കാശ് വന്നോ പോയോ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും ക്യാഷ് കിട്ടുന്നത്. പക്ഷേ എന്താണ്? ആ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പിക്ചറും അതുപോലെ തന്നെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെയും പ്രോഫിറ്റബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്യുറേറ്റ് പിക്ചർ നമുക്ക് എന്തിലൂടെ കിട്ടും? അക്രൂവൽ ബേസിസ് അക്കൗണ്ടിലൂടെ കിട്ടും. എന്നാൽ ക്യാഷ് ബേസിസ് അക്കൗണ്ടിൽ എങ്ങനെയാണ്? റിയൽ ടൈം വ്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. അതായത് ക്യാഷ് ഫ്ലോയുടെ റിയൽ ടൈം വ്യൂ എവിടെ കിട്ടുന്നു? ക്യാഷ് ബേസിൽ കിട്ടുന്നു. കാരണം എന്താ? ക്യാഷ് വരുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നു, പോകുമ്പോഴും റെക്കോർഡ് ചെയ്യുന്നു. അല്ലാതെ അത് എപ്പോഴാണ് ഉണ്ടായത് എന്ന് നോക്കിയിട്ടല്ല. സോ അവിടെ എന്താണ്? നമുക്ക് ക്യാഷ് ഫ്ലോയുടെ റിയൽ ടൈം വ്യൂ ആണ് കിട്ടുന്നത്. ഇറ്റ് പ്രൊവൈഡ് എ റിയൽ ടൈം വ്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, ക്യാഷ് ഓൺ ഹാൻഡ്, ബട്ട് ക്യാൻ ബി മിസ്ലീഡിംഗ് റിഗാർഡിംഗ് ട്രൂ പ്രോഫിറ്റബിലിറ്റി. പക്ഷെ എന്താണ്? അവിടെ ഒരു കൃത്യമായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകത്തില്ല. അതായത് പ്രോഫിറ്റബിലിറ്റി കൃത്യമായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ക്യാഷ് ഫ്ലോയുടെ ഒരു റിയൽ ടൈം വ്യൂ അവിടെ കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ കറക്റ്റ്? എന്താണ്? വീണ്ടും നമ്മുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ദ അക്രൂവൽ കൺസെപ്റ്റ് റിക്വയർ ദാറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ബി റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അപ്പൊ നമ്മൾ 3-4 ക്വസ്റ്റ്യനിൽ കണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഏത്? അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അക്രൂവൽ കോൺസെപ്റ്റ് പ്രകാരം റവന്യൂം എക്സ്പെൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അത് എപ്പോഴാണ് ഉണ്ടായത് എന്ന് നോക്കിയിട്ടാണ്. നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് കൊടുത്തോ അല്ലെങ്കിൽ വാങ്ങിയോ എന്ന് നോക്കിയിട്ടല്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? നമ്മൾ ഇത്രയും നേരം അക്രൂവൽ കോൺസെപ്റ്റ് തന്നെ പറഞ്ഞതാണ്.
സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ എല്ലായിടവും പഠിച്ചത്. നെക്സ്റ്റ് വൺ നോക്കാം. ദ മാച്ചിങ് പ്രിൻസിപ്പിൾ എൻഷുർ ദാറ്റ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദി സെയിം അക്കൗണ്ടിംഗ് പീരീഡ് ആസ് റവന്യൂ. എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കൊരു റവന്യൂ ഉണ്ടാവുകയാണ് എങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻസ് സെയിം അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ കാണിക്കണം. അപ്പൊ എന്താണ് സെയിം അക്കൗണ്ടിംഗ് പീരീഡിൽ തന്നെ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ എന്താണ് മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തതും ശരിയാണ്. 3. The prudence concept state that revenue should be recognized as soon as it is reasonably possible, but expense should be deferred. അപ്പൊ പുതിയൊരു കോൺസെപ്റ്റ് നമ്മൾ വരികയാണ്. എന്താണ് പ്രൂഡൻസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. എന്താണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസിൽ പറയുന്നത്? നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള നഷ്ടങ്ങളും എക്സ്പെൻസുകളും മുൻകൂട്ടി എഴുതാൻ പറ്റുമെന്നും പക്ഷേ ഇൻകമോ ഗെയിനോ അങ്ങനെ എഴുതാൻ പറ്റില്ല എന്നും പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്? പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് വരാനിരിക്കുന്ന നഷ്ടങ്ങളോ എക്സ്പെൻസുകളോ എഴുതാം, റെക്കോർഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കൂ. ദ പ്രൂഡൻസ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അസ് ഇറ്റ് ഈസ് റീസണബിളി പോസിബിൾ എന്നാണോ പറഞ്ഞത്? റവന്യൂ ആണോ ഇവിടെ പറഞ്ഞത്? അല്ല, എക്സ്പെൻസ് ആണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. റവന്യൂ അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ എക്സ്പെൻസ് നമുക്ക് എന്താണ് പോസിബിൾ ആയിട്ടുള്ള റീസണബിളി പോസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ മുൻകൂട്ടി എഴുതാൻ പറ്റും, പക്ഷേ ഇൻകം അല്ലെങ്കിൽ റവന്യൂ അങ്ങനെ എഴുതരുത് എന്നാണ് പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം. ഇവിടെ എന്താ നേരെ തിരിഞ്ഞു പോയില്ലേ? റവന്യൂ എഴുതാമെന്നും എക്സ്പെൻസ് എഴുതരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 4 നോക്കാം. ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് വിൽ നോട്ട് കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി. നമ്മൾ പറഞ്ഞതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത്? നമ്മുടെ ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ നോട്ട് കണ്ടിന്യൂ. എന്താണ് അത്? ഒരുപാട് നാൾ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. വിൽ നോട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ എന്താണ്? നാലാമത്തെ സ്റ്റേറ്റ്മെന്റും അവിടെ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? കറക്റ്റ് പ്രിൻസിപ്പിൾ ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ 3ഉം 4ഉം തെറ്റാണ്, 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ only 1 and 2 are correct. ഓപ്ഷൻ ബി only 2 and 3 are correct. ഓപ്ഷൻ സി only 3 and 4 are correct. And last one 1, 2 and 4 are correct. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. only 1 and 2 are correct. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രവി എ സോൾ ട്രേഡർ പ്രിപ്പയർ ഹിസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ but forgot to adjust for outstanding salaries rupees 10,000 and depreciation on machinery rupees 5,000. What will be the impact on his net profit if these adjustments are not made? എന്താ പറഞ്ഞത്? ഒരു കഥയാണ് പറഞ്ഞത് അല്ലേ? സോൾ ട്രേഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലെ കഥയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഷീറ്റ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ആണ് അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഐറ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറിയും. ഇനി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? രവി എന്ന് പറയുന്ന ആളൊരു സോൾ ട്രേഡർ ആണ്. അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി. പക്ഷെ 2 കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം മറന്നുപോയില്ലേ? എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് ആയിട്ടുള്ള ഒരു 10,000 രൂപയും ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി ആയിട്ടുള്ള ഒരു 5,000 രൂപയും അദ്ദേഹം എഴുതാൻ വിട്ടുപോയി. വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ഹിസ് നെറ്റ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചത്. ഈ 2 കാര്യങ്ങൾ നടത്താത്തത് കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ നെറ്റ് പ്രോഫിറ്റിൽ വന്ന ഇമ്പാക്ട് എന്താണ്? വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ഹിസ് നെറ്റ് പ്രോഫിറ്റ് ഇഫ് ദീസ് അഡ്ജസ്റ്റ്മെന്റ് ആർ നോട്ട് മെയ്ഡ്. ഈ 2 അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നെറ്റ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നെറ്റ് പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം ആണോ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം ആണോ അതോ എഫക്റ്റ് ഒന്നും വരുത്താത്ത ഐറ്റം ആണോ ഈ 2 എണ്ണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയിലേക്ക് പോകാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കാൻ സമയമായിട്ടും കൊടുക്കാതെ ഇരിക്കുന്ന സാലറിയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞത്. അപ്പൊ കൊടുത്തോ വന്നോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? അങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തണം എന്ന അക്രൂവൽ കോൺസെപ്റ്റിൽ പറഞ്ഞതാണ് അല്ലേ? അപ്പൊ അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കണം. സാലറിയുടെ കൂടെ എന്തും കൂടെ കാണിക്കേണ്ടതാണ്? ഒരു 10,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും കൂടെ കാണിക്കേണ്ടതാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട് എങ്കിൽ സാലറിയുടെ കൂടെ എന്ത് ചെയ്ത് കാണിക്കും? ആഡ് ചെയ്ത് കാണിക്കും. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും കൂടെ
കൂടെ ഇവിടെ ഒരു 10,000 വരണം. ഡെബിറ്റ് സൈഡിൽ ഒരു 10,000ത്തിന്റെ മിസ്സിംഗ് ഉണ്ട്. ഇനി എന്താ പറഞ്ഞത്? ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത്. ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. കാരണം എന്താ? നമ്മുടെ ബിസിനസ്സിന് വരുന്ന ഒരു നഷ്ടമാണ്. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ആ ഒരു മെഷീനറിയിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ട് ഡിഡക്റ്റും ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കണമായിരുന്നു? 5,000 കാണിക്കണമായിരുന്നു. ഈ 2 ഐറ്റം ആണ് മിസ്സിംഗ് ആയത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന് അത് എന്ത് എഫക്റ്റ് ആണ് വരുത്തുന്നത്? നെറ്റ് പ്രോഫിറ്റ് എന്ത് എഫക്റ്റ് ആണ് വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലും ഡെബിറ്റ് സൈഡിന്റെ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലേ, അതിനകത്ത് 2 ഐറ്റം ഇല്ലാതെയാണ് നമ്മൾ കുറച്ചത്. സോ നെറ്റ് പ്രോഫിറ്റ് അത്രയും കൂടിയിരിക്കുകയായിരിക്കും അല്ലേ. ദെൻ ആ നെറ്റ് പ്രോഫിറ്റിനകത്ത് ഇനി എന്തും കുറയാനുണ്ട്? നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ടുള്ള 10,000 കുറയാനുണ്ട്. ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 5,000 കുറയാനുണ്ട്. അങ്ങനെയല്ലേ? എങ്ങനെയാ? ടോട്ടൽ നമ്മൾ എടുക്കുന്നു, ക്രെഡിറ്റിന്റെ ടോട്ടൽ എടുക്കുന്നു, അതായിരിക്കും വലിയ എമൗണ്ട്. കാരണം എന്താ? നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞോ. സോ അതിൽ നിന്ന് ഓരോ ഡെബിറ്റ് ഐറ്റവും നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്യാൻ വിട്ടുപോയ 2 ഐറ്റംസ് ആണ് ഏത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറിയും ഡിപ്രീസിയേഷനും. സോ അത് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിനകത്ത് എന്തുണ്ടാവും? ഒരു കുറവാണ് ഉണ്ടാകുന്നത്. എത്ര രൂപയുടെ കുറവുണ്ടാവുന്നു? 10,000 രൂപയുടെയും 5,000 രൂപയുടെയും. അങ്ങനെ ടോട്ടൽ 15,000 രൂപയുടെ കുറവ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ എന്താണ്? ഈ 2 ഐറ്റം അദ്ദേഹം എടുത്തില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 15,000 രൂപ കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ നമ്മളോട് ചോദിച്ചത്? ഈ 2 കാര്യങ്ങൾ എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റ് പ്രോഫിറ്റിനകത്ത് എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത് അല്ലേ? വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ഹിസ് നെറ്റ് പ്രോഫിറ്റ് ഇഫ് ദീസ് അഡ്ജസ്റ്റ്മെന്റ് ആർ നോട്ട് മെയ്ഡ്? എന്താ? ഇത് എടുത്തില്ല എങ്കിൽ 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരുമെന്നും എടുത്തില്ലെങ്കിൽ എങ്ങനെ വരുമെന്നും ചോദിക്കാം. എടുക്കുകയാണെങ്കിൽ 15,000 രൂപ എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഇത് എടുക്കാത്തത് കാരണം നോട്ട് മെയ്ഡ് എന്നാണ് പറഞ്ഞത് അല്ലേ? എടുക്കാത്തത് കാരണം ഇപ്പൊ എന്താണ്? കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് 15,000 രൂപ കൂടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പറയുന്നു ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ബൈ 15,000. ഓപ്ഷൻ ബി ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ് ബൈ 15,000. ഓപ്ഷൻ സി ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ബൈ 10,000. ഓപ്ഷൻ ഡി ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ് ബൈ 5,000. അപ്പൊ നിങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ ആകരുത്. എയും ബിയും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. ഓരോ തവണ തിരിച്ചായിരിക്കും ചോദിക്കുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? ഈ അഡ്ജസ്റ്റ്മെന്റ് വരുത്താത്തത് കാരണം. അപ്പൊ എന്താണ്? ഈ സാധനങ്ങളൊന്നും വന്നില്ല എങ്കിൽ എന്താണ്? 15,000 രൂപ നെറ്റ് പ്രോഫിറ്റിൽ കൂടിയിരിക്കുകയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്താണ്? ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ബൈ 15,000. ഇനി തിരിച്ചു ചോദിക്കാമല്ലോ, ഈ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിനകത്ത് എന്ത് വ്യത്യാസമാണ് വരുന്നത്? 15,000 രൂപയും കൂടെ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോട്ട് മെയ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. ദ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി ഓവർ സ്റ്റേറ്റഡ് ബൈ 15,000. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം. ബോത്ത് ദ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആൻഡ് ഡിപ്രീസിയേഷൻ ആർ എക്സ്പെൻസസ് ദാറ്റ് മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു കംപ്ലൈ വിത്ത് ദി അക്രൂവൽ പ്രിൻസിപ്പിൾ. എന്താണ്? അക്രൂവൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരേണ്ട 2 ഐറ്റം ആണ് അവർ മിസ് ചെയ്തിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസും അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ എന്നും പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആയിട്ടുള്ള 10,000. ദിസ് ഈസ് ആൻ എക്സ്പെൻസ് ദാറ്റ് ഹാവ് ബീൻ ഇൻകേർഡ് ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. എന്താണ്? നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടായി പക്ഷെ പേ ചെയ്തിട്ടില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത്. ഇഫ് ദ എക്സ്പെൻസസ് ഓഫ് 10,000 ഈസ് നോട്ട് ഡെബിറ്റഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദ ടോട്ടൽ എക്സ്പെൻസ് വിൽ ബി അണ്ടർ സ്റ്റേറ്റഡ്. ഈ ഒരു 10,000 കാണിക്കാത്തത് കാരണം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ എക്സ്പെൻസ് എന്താണ്? 10,000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡിപ്രീസിയേഷനും 5,000 കാണിക്കാത്തത് കാരണം ആ 5,000ന്റെ കുറവും നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിൽ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ഡിപ്രീസിയേഷൻ ₹5,000. ദിസ് ഈസ് എ നോൺ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ദാറ്റ് അലോക്കേറ്റ് ദ കോസ്റ്റ് ഓഫ് എ ഫിക്സ്ഡ് അസറ്റ് ഓവർ ഇറ്റ്സ് lifetime. If the expenses of 5,000 is not debited to the profit and loss account, the total expense will also
ഓൾസോ ബി അണ്ടർസ്റ്റേറ്റഡ്. എന്താണ്, നമുക്ക് വന്നൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 5000. അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കാത്തത് കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ടോട്ടൽ എക്സ്പെൻസ് 5000 രൂപ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ കുറഞ്ഞിരിക്കുകയാണ്? 10000. 5000 കൂടെ ചേർത്ത് 15000 രൂപ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 15000 രൂപ കൂടിയാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആ കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി XYZ Limited purchased machinery on 1st January 2023 for rupees 10 lakh. The accountant expensed the entire amount in the profit and loss account for 2023 instead of capitalizing it. Which accounting concept has been violated? വീണ്ടും ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? XYZ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ജനുവരി 1, 2023 ഒരു മെഷീനറി വാങ്ങിച്ചു. മെഷീനറിയുടെ വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പൊ മെഷീനറി എന്ന് പറയുന്നത് അസറ്റ് ആണ്. 10 ലക്ഷം രൂപയുടെ അസറ്റ് നമ്മുടെ കമ്പനി വാങ്ങിച്ചു. എന്നിട്ട് പറയാണ് നമ്മുടെ അക്കൗണ്ടന്റ്, ആ കമ്പനിയുടെ അക്കൗണ്ടന്റ് എന്താ ചെയ്തത്? ആ എൻറ്റയർ എമൗണ്ടും ഈ 10 ലക്ഷം രൂപയും നോർമൽ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് എവിടെ കൊണ്ട് കാണിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു. എന്തിനു പകരം? അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് പകരം. അതായത് അസറ്റ് വാങ്ങിച്ചത് നോർമൽ ഒരു എക്സ്പെൻസ് പോലെ ട്രീറ്റ് ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ എന്ത് കൺസെപ്റ്റ് ആണ് ഇവിടെ വയലേറ്റ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി മാച്ചിങ് കോൺസെപ്റ്റ്, ഓപ്ഷൻ സി മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി കോസ്റ്റ് കോൺസെപ്റ്റ്. ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസിനെ റവന്യൂ നേച്ചറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ വന്ന ഇറർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഇറേഴ്സ് പഠിക്കുന്നുണ്ട്. ഇവിടെ വന്ന ഇറർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ഐറ്റത്തെ റവന്യൂ ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഇറർ ആണ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ. പക്ഷെ ഇവിടെ ഇററിന്റെ കാര്യമല്ല ചോദിച്ചത്, ഏത് കോൺസെപ്റ്റ് ആണ് വയലേറ്റ് ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ അത് വരാൻ ഇവിടെ ചാൻസ് ഉണ്ടോ? ഇല്ല, അതിനൊന്നും വയലേഷൻ വന്നിട്ടില്ല. രണ്ടാമത് പറഞ്ഞതാണ് മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ഇൻകവും ആ അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസും തമ്മിൽ മാച്ച് ആകണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ഒരു ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് ആണ് നമ്മൾ വാങ്ങിച്ചത്. ആ അസറ്റ് വാങ്ങിക്കുന്നത് ആ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണോ? അതിന് ഒരു ലോങ് ടേം ലൈഫ് ഉണ്ട്. അതായത് ചിലപ്പോൾ 10 വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും വാങ്ങിക്കുന്നത്. എന്തായാലും മെഷീനറി എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയറിലേക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഒരു അസറ്റ് തന്നെയാണ്. അപ്പൊ ആ അസറ്റിന്റെ വിലയെ ഫുള്ളായിട്ടും എടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇട്ടാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകം അത്രയും നമുക്ക് ആ ഒരു വർഷം തന്നെ കിട്ടുമോ? ഇല്ല, വരുന്ന വർഷങ്ങളിലൊക്കെ കിട്ടൂലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ അത് മാച്ച് ആയോ? നമ്മുടെ ആ എക്സ്പെൻസ്, ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന എക്സ്പെൻസ് വരാനിരിക്കുന്ന ഇൻകം ആയിട്ട് മാച്ച് ആകണ്ടേ? മാച്ച് ആയോ? ആ വർഷത്തിൽ തന്നെ ആ ഫുൾ എമൗണ്ട് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടുമോ? ഇല്ല. അപ്പൊ ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വയലേറ്റ് ആയത്? മാച്ചിങ് പ്രിൻസിപ്പിൾ ആണ് വയലേറ്റ് ആയത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്? മെറ്റീരിയൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അൺനെസസറി മാറ്റേഴ്സ് ഒന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. മെറ്റീരിയൽ കോൺസെപ്റ്റുകൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിന് എഗനസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. 2 പ്രിൻസിപ്പിളും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഫുൾ ഡിസ്ക്ലോഷറിൽ പറഞ്ഞത് ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന മോണിറ്ററി ടേംസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നും, മെറ്റീരിയാലിറ്റിയിൽ എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട, മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം 2 കോൺസെപ്റ്റ് നമുക്ക് ഉള്ളത് തന്നെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അസറ്റിന്റെ വില അല്ലെങ്കിൽ അസറ്റിന്റെ വില റെക്കോർഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ റെക്കോർഡ് ചെയ്യുക, അല്ലാതെ മാർക്കറ്റ് പ്രൈസിലല്ല. അതുപോലെ കോസ്റ്റ് പ്രൈസിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഏതായിരിക്കും? മാച്ചിങ് കോൺസെപ്റ്റ് ആണ് ഇവിടെ വയലേറ്റ് ആയിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാച്ചിങ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസൈൻമെന്റ് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൺസൈൻമെന്റ് അക്കൗണ്ട് ആർ കറക്റ്റ്? കൺസൈൻമെന്റ് അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദ കൺസൈനർ റെക്കോർഡ് ദ ഗുഡ്സ് അറ്റ് കോസ്റ്റ് ഓർ ഇൻവോയ്സ് പ്രൈസ് ഇൻ ദ ബുക്സ്. എന്താണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൺസൈനർ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണല്ലേ. കൺസൈനർ അദ്ദേഹത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് ആണ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത് പറയുന്നു അബ്നോർമൽ ലോസ് ഈസ് ക്രെഡിറ്റഡ് ടു ദി കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു ദി അബ്നോർമൽ ലോസ് അക്കൗണ്ട്. എന്താണ് നമ്മുടെ കൺസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ലോസിനെ നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കാവുന്നതാണ്. അതും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 3 പറയുന്നു ദ കൺസൈനി റെക്കോർഡ് പർച്ചേസസ് ഇൻവെന്ററി ഇൻ ദെയർ ബുക്ക്. ശരിയാണോ? കൺസൈനി റെക്കോർഡ് എന്നാണ് പറയുന്നത്. കൺസൈനി ഒരു പർച്ചേസിനെ അദ്ദേഹത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പർച്ചേസ് ആയിട്ടാണോ രേഖപ്പെടുത്തുന്നത്? അല്ല. കൺസൈനറുടെ ഒരു ഏജന്റ് ആണ് കൺസൈനി. സോ അദ്ദേഹത്തിന്റെ പർച്ചേസ് ആണ് എന്ന് പറഞ്ഞ് അതിനെ റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ബുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 4 ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഈസ് ഗിവൺ ടു ദി കൺസൈനി ഫോർ ബിയറിംഗ് ക്രെഡിറ്റ് റിസ്ക്. ശരിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് റിസ്ക് ഓവർകം അല്ലെങ്കിൽ അത് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൈനിക്ക് നൽകുന്ന ഒരു എക്സ്ട്രാ കമ്മീഷൻ ആണ് ഇത് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞത്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. അപ്പൊ ഇവിടെ 3 ഒഴികെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് മനസ്സിലായി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2 and 3 only. ഓപ്ഷൻ ബി 1, 2 and 4 only. ഓപ്ഷൻ സി 2, 3 and 4 only. ആൻഡ് ലാസ്റ്റ് 1, 3 and 4 only. ഏതായിരിക്കും? 3 ആണ് തെറ്റായിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ ബി സെലക്ട് ചെയ്യാം. 1, 2 and 4 only ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിങ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഫസ്റ്റ് വൺ, ദ കൺസൈനർ റെക്കോർഡ് ദ ഗുഡ്സ് അറ്റ് കോസ്റ്റ് ഓർ ഇൻവോയ്സ് പ്രൈസ് ഇൻ ദി ബുക്സ്. ശരിയല്ലേ? കറക്റ്റ് ആണ്. കൺസൈനർ എന്ന് പറയുന്നത് ഗുഡ്സിന്റെ ഓണർ ആണ്. അദ്ദേഹം ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്? ഗുഡ്സ് കൺസൈനിക്കാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ കൺസൈനറും കൺസൈനി ആരാണെന്ന് മനസ്സിലായി. ഓണർ എന്ന് പറയുന്നത് കൺസൈനർ ആണ്. ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്ന ഒരു ഏജന്റ് ആണ് കൺസൈനി എന്ന് പറയുന്നത്. ഗുഡ്സ് സെൻഡ് ആർ ടിപ്പിക്കലി റെക്കോർഡഡ് ആസ് കൺസൈൻമെന്റ് അക്കൗണ്ട് either at their cost price or sometimes at an invoice price which may be higher than cost price. എന്താണ് നമ്മുടെ ഗുഡ്സ് നമ്മൾ കൺസൈനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസൈനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അയക്കുമ്പോൾ കൺസൈൻമെന്റ് അക്കൗണ്ട് അവിടെ തയ്യാറാവുകയും അവിടെ നമ്മൾ എന്താണ് ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിന് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിന്, കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് ഇൻവോയ്സ് പ്രൈസ് എങ്കിൽ ഇൻവോയ്സ് പ്രൈസിനാണ് ആ ഒരു ഗുഡ്സ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു അബ്നോർമൽ ലോസസ് ഈസ് ക്രെഡിറ്റഡ് ടു ദി കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഡെബിറ്റഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അതും ശരിയാണ്. അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഫയർ കാരണമോ തെഫ്റ്റ് കാരണമോ ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ അബ്നോർമൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റം ആണത്. സോ നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസിന്റെ കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഈ അബ്നോർമൽ ലോസസ് എന്ത് ചെയ്യണം? കൺസൈൻമെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 3 പറയുന്നത് എന്തായിരുന്നു? ദ കൺസൈനി റെക്കോർഡ് പർച്ചേസസ് ആസ് ഇൻവെന്ററി ഇൻ ദെയർ ബുക്ക്. കൺസൈനി ഈ ഒരു ഗുഡ്സ് സെൻഡ് ചെയ്ത് കിട്ടിയ ഗുഡ്സിനെ പർച്ചേസ് എന്ന പോലെ ട്രീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇൻവെന്ററി ആയിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താണ്? തെറ്റാണ്. ദ കൺസൈനി ഡസ് നോട്ട് പർച്ചേസ് ദ ഗുഡ്സ്. കൺസൈനി അത് പർച്ചേസ് ചെയ്യാണോ? അല്ല. ഒരു എഗ്രിമെന്റ്, കൺസൈൻമെന്റ് എഗ്രിമെന്റിന്റെ ബേസിസിൽ ഒരു ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് അത് വാങ്ങിച്ചു വിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് പർച്ചേസ് അല്ല. ദേ ഓൺലി ഹോൾഡ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി കൺസൈനർ ഫോർ സെയിൽ. എന്താണ്? കൺസൈനർക്ക് പകരം ആ ഒരു ഗുഡ്സ് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ സെയിലിന് വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? കൺസൈനി ചെയ്യുന്നത്. ദ ഓണർഷിപ്പ് റിമൈൻ വിത്ത് ദി കൺസൈനർ. ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിലായിരിക്കും? കൺസൈനറുടെ കയ്യിൽ തന്നെ ആയിരിക്കും. Therefore, the consignee does not record the goods at their own inventory. അതുകൊണ്ട് തന്നെ കൺസൈനിക്ക് അത് അദ്ദേഹത്തിന്റെ ഇൻവെന്ററി ആണ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാനോ പർച്ചേസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താനോ പറ്റില്ല. ദേ ഓൺലി റെക്കോർഡ് എക്സ്പെൻസസ് ആൻഡ് സെയിൽസ് കമ്മീഷൻ ഇൻ ദെയർ ബുക്ക്. അദ്ദേഹത്തിന്റെ ബുക്കിൽ സെയിൽസ് കമ്മീഷനും അതുപോലെ തന്നെ എക്സ്പെൻസും മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇത് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. ദെൻ ലാസ്റ്റ് വണ്ണിൽ പറയുന്നു ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ ഈസ് ഗിവൺ അസ് ദി കൺസൈനി ഫോർ ബിയറിംഗ് ക്രെഡിറ്റ് റിസ്ക്. ശരിയാണ്. ക്രെഡിറ്റ് റിസ്ക് ബിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൈനിക്ക് നൽകുന്ന എക്സ്ട്രാ കമ്മീഷനെയാണ് എന്തെന്ന് പറഞ്ഞത്? ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പനീസ് ആക്ടുമായിട്ട് അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കമ്പനീസ് ഫൈനൽ അക്കൗണ്ട്. എന്താണ്? ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിന്റെ പാർട്ട് അല്ലാത്തതാണ് ചോദിച്ചത്.
അപ്പൊ എന്തൊക്കെയാണ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിൽ വരാത്തത് ഏതെന്ന് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഏതായിരിക്കും? കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് ആലോചിക്കുക. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതില്ല? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇല്ല. അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എവിടെയാണ് വരുന്നത്? നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത്. സോ എവിടെയല്ല? കമ്പനീസ് അക്കൗണ്ടിൽ അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എക്സ്പ്ലനേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 240 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ഇൻക്ലൂഡ്. എന്താണ്? കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 40 40 അല്ലേ? 40 എന്ത് പറയുന്നത്? ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആവുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി ആണെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇനി നോൺ പ്രോഫിറ്റ് കമ്പനി ആണെങ്കിൽ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മോസ്റ്റ് ഓഫ് ദി കമ്പനീസിനും മാൻഡേറ്ററി ആണ്. പക്ഷേ 1% കമ്പനിക്ക്, സ്മോൾ കമ്പനിക്ക്, ഡോർമെന്റ് കമ്പനിക്ക്, അതുപോലെ തന്നെ സർട്ടൻ പ്രൈവറ്റ് കമ്പനീസിന് ഇതെന്തല്ല? മാൻഡേറ്ററി അല്ല. എന്നാലും ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് എവിടെ പ്രതിപാദിക്കുന്നുണ്ട്? സെക്ഷൻ 214 പ്രതിപാദിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഐറ്റം കൂടി ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ആപ്ലിക്കബിൾ ആണ് എങ്കിൽ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എവിടെ പറയുന്നുണ്ട്? നമ്മുടെ സെക്ഷൻ 240 പറയുന്നുണ്ട്. പിന്നീട് എന്തെങ്കിലും എക്സ്പ്ലനേറ്ററി നോട്ട് ഉണ്ടെങ്കിൽ അത് അനക്ഷർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കമ്പനീസിന്റെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തത് ഏതായിരുന്നു? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഇനി എക്സ്പ്ലനേറ്ററി നോട്ട്. ഇത്രയാണ് എവിടെ വരുന്നത്? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ ഒരെണ്ണം എന്തായിരുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ദ ഡേറ്റാബേസ് വെയർ ഓൾ അക്കൗണ്ടിംഗ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ്. എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ ഒരു ഡേറ്റാബേസ്, ഇവിടെ എന്താണ്? എല്ലാ അക്കൗണ്ടിംഗ് ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റാബേസിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? ഓപ്ഷൻ എ ലെഡ്ജർ, ഓപ്ഷൻ ബി ജേർണൽ, ഓപ്ഷൻ സി ഡേറ്റ ഫയൽ, ഓപ്ഷൻ ഡി റിപ്പോർട്ട് ഫയൽ. അപ്പൊ എന്തായിരുന്നു ആൻസർ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഡേറ്റ ഫയൽ ആണ്. നമുക്ക് എന്താണ് ഓരോന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? എല്ലാ അക്കൗണ്ടിംഗ് ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡേറ്റാ ബേസ് ഏതാണ്? അതിന്റെ ആൻസർ ഏതാണ്? ഡേറ്റ ഫയൽ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ജേർണലും ലെഡ്ജറും ഡേറ്റ ഫയലും ഒക്കെ എന്താണെന്ന് നോക്കാം. ഡേറ്റ ഫയൽ എന്ന് പറയുന്നത് ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ലൈക്ക് ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഓർ ആൻ ERP സിസ്റ്റം ഓൾ ദി ഇൻഫർമേഷൻ. ഏതൊക്കെ ഇൻഫർമേഷനാ? ട്രാൻസാക്ഷൻസും ബാലൻസും മാസ്റ്റർ റെക്കോർഡും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ വെൻഡേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് വൺ ഓർ മോർ ഇലക്ട്രോണിക് ഡേറ്റ ഫയൽ ഓർ ടേബിൾസ്. എന്താണ്? ഒന്നോ അതിലധികമോ ഉള്ള ഇലക്ട്രോണിക് ഡേറ്റ ഫയൽസ് അല്ലെങ്കിൽ ടേബിൾസിലാണ്. വിച്ച് കളക്റ്റീവ്ലി ഫോം ദ സിസ്റ്റംസ് ഡേറ്റാബേസ്. എന്താണ്? ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫുൾ ഡേറ്റാബേസിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ദിസ് ഈസ് ദി സെൻട്രൽ റിപ്പോസിറ്ററി ഫോർ ഓൾ അക്കൗണ്ടിംഗ് ഡേറ്റ. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു സെന്റൻസ് ആയിരിക്കും. എന്താ? ഏതാണ് അക്കൗണ്ടിംഗ് ഡേറ്റയുടെ സെൻട്രൽ റിപ്പോസിറ്ററി എന്നറിയപ്പെടുന്നത്? അത് ഏതാണ്? ഡേറ്റ ഫയലാണ്. ഇവിടെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഡേറ്റ ഫയൽ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻസിൽ പറഞ്ഞത് ലെഡ്ജർ എന്താണ്? ലെഡ്ജർ നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ എന്താണെന്ന് നമുക്കറിയാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ ലെഡ്ജർ ഈസ് വെയർ ബാലൻസസ് ആർ സമ്മറൈസ്ഡ്. എന്താണ്? നമ്മുടെ ബാലൻസുകൾ സമ്മറൈസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓർ ഔട്ട്പുട്ട് ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ഫയൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ഫയലിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ലെഡ്ജർ ഒരു ഔട്ട്പുട്ട് ആണ്, നോട്ട് ദ ഫയൽ ഇറ്റ് സെൽഫ്. അല്ലാതെ ഒരു ഫയൽ അല്ല. ഇൻ എ ഡേറ്റാബേസ് ദ ലെഡ്ജർ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ സ്പെസിഫിക് ടേബിൾസ്. എന്താണ്? ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു ലെഡ്ജർ ഡേറ്റ എവിടെയാണ്? സ്പെസിഫിക് ടേബിളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്താണ് ജേർണൽ?
ജേണൽ ഈസ് ആൻ ഇൻപുട്ട് പാർട്ട് വെയർ ട്രാൻസാക്ഷൻ ഫസ്റ്റ് റെക്കോർഡഡ്. അപ്പോൾ ലെഡ്ജർ നമ്മൾ ഔട്ട്പുട്ട് പാർട്ടാണെന്ന് പറഞ്ഞപ്പോൾ ജേണൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് പാർട്ടാണ്. നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യൂലേ. നമ്മൾ നോർമൽ അക്കൗണ്ടിങ്ങിൽ ജേണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് ഏതെന്ന് പറയുന്നത്? ജേണൽ എന്ന് പറയുന്നത്. ലൈക്ക് ദ ലെഡ്ജർ, ദ ജേണൽ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദി സ്പെസിഫിക് ടേബിൾ വിത്തിൻ ദി കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ഫയൽ. എന്താണ്? ലെഡ്ജർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ ജേണലും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റ ഫയൽ സ്പെസിഫിക് ടേബിൾസിൽ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞത് റിപ്പോർട്ട് ഫയൽ ആണ്. ദിസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഫയൽ കണ്ടെയ്നിങ് സമ്മറൈസ്ഡ് ഓർ ഫോർമാറ്റഡ് ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? നമ്മുടെ റിപ്പോർട്ട് ഫയൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫയലാണ്. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഫോർമാറ്റഡ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഔട്ട്പുട്ട് ഫയലാണ് ഏത്? റിപ്പോർട്ട് ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഏതാണ് അല്ലെങ്കിൽ ഏത് ഫയലാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? റിപ്പോർട്ട് ഫയലാണ്. കാരണം ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും ഒക്കെ എന്താണ്? നമ്മുടെ സമ്മറി നൽകുന്നതാണ് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദി കോർ ഡേറ്റാബേസ് വെയർ റോ അക്കൗണ്ടിങ് ഡേറ്റ റിസൈഡ്സ്. ഇതൊരു കോർ ഡേറ്റാബേസ് അല്ല. അവിടെ നമുക്ക് റോ അക്കൗണ്ടിങ് ഡേറ്റകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെന്താണ്? റിപ്പോർട്ട് ഫയലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ കുറച്ച് കാര്യം മാത്രം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ നിന്ന് പഠിച്ചാൽ എന്താണ് ആ ഒരു മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ പറയുന്നു വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഷുഡ് ബി ഡെബിറ്റഡ് ടു ദി ട്രേഡിംഗ് അക്കൗണ്ട്. ആലോചിച്ച് നോക്കുക. എന്താണ്? ഫൈനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് പറഞ്ഞത്. എന്താ? മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകിയ വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് പറഞ്ഞത്. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഇത്രയും ഭാഗം മാത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഇത് ഉൾപ്പെടെ നിങ്ങൾ വായിച്ചു നോക്കൂ. വേജസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് കൊടുത്ത വേജസ് ആണ്? ഇവിടെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യാൻ, അതായത് ഒരു ഫിക്സഡ് അസറ്റ് ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായ വേജസ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ് അല്ലേ. എന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റിൽ പറഞ്ഞതാണ്. അസറ്റുകൾ വാങ്ങിച്ച് അത് നമ്മുടെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് പ്രയോജനം അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്നത് വരെ ചെയ്യുന്ന എല്ലാ വർക്കുകളും എന്താണ്? ആ അസറ്റിന്റെ വിലയായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അത് എക്സ്ട്രാ ഒരു എക്സ്പെൻസ് അല്ല. അപ്പൊ ഇവിടെ എന്താ? എക്സ്ട്രാ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. ശരിയാണോ? അത് തെറ്റാണ്. വേജസ് പെയ്ഡ് ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് മെഷീനറിയുടെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേജസ് എന്ന് പറയുന്നത് ആ മെഷീനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ആ മെഷീനറിയുടെ വിലയിലാണ് അത് കാണിക്കേണ്ടത്, അല്ലാതെ എവിടെയല്ല? ട്രേഡിംഗ് അക്കൗണ്ടിലല്ല. സോ അസേർഷൻ അവിടെ തെറ്റാണ്. റീസൺ ഓൾ എക്സ്പെൻസസ് കണക്റ്റഡ് വിത്ത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ആർ ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. എന്താണ്? നമ്മുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളാണ് ഏത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത്. അത് ശരിയാണ് അല്ലേ. വേജസ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇവിടുത്തെ വേജസ് അതാണോ? അല്ല. മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട് വന്ന ഇൻസ്റ്റലേഷൻ വേജസ് ആണ് വരുന്നത്. അല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയിട്ട് വന്ന വേജസ് അല്ല. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയിട്ട് വന്ന വേജസ് ആണ് എങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താ? എ ഈസ് ഫോൾസ്. അസേർഷൻ തെറ്റാണ്. റീസൺ ആണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന്റെ ഒരു കേസ് ആണ് പറയുന്നത്. ഓൺ ഡിസൊല്യൂഷൻ ദ ലോൺ ഫ്രം എ പാർട്ട്ണർ ഈസ്. എന്താണ്? ഡിസൊല്യൂഷന്റെ സമയത്ത് പാർട്ട്ണറിൽ നിന്നെടുത്ത ലോൺ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ഡെബിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, പെയ്ഡ് ബിഫോർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി, പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ അറിയേണ്ടത്? പാർട്ട്ണറിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ലോണ് എപ്പോഴാണ് തിരിച്ചു നൽകേണ്ടത്? ഡിസൊല്യൂഷന്റെ സമയമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കൊരു ഓർഡർ ഓഫ് പേയ്മെന്റ് ഉണ്ട്. സെക്ഷൻ 48 പ്രകാരം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പാർട്ണർഷിപ്പിൽ ഓർഡർ ഓഫ് പേയ്മെന്റ് ഉണ്ട്. ആ ഓർഡർ ഓഫ് പേയ്മെന്റ് അറിയുകയാണെങ്കിൽ എപ്പോഴാണ് പാർട്ട്ണറിന്റെ ലോൺ നമ്മൾ തിരിച്ചു നൽകേണ്ടത്? ഡിസൊല്യൂഷൻ വരുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ പാർട്ട്ണറിന്റെ ലോൺ തിരിച്ചു നൽകേണ്ടത് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, ഓപ്ഷനിൽ ഏതായിരിക്കും സ്യൂട്ടായിട്ട് വരുന്നത്? ആ ഓർഡർ അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പറയാം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി. എന്താണ്? ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് നൽകുക? പാർട്ട്നേഴ്സിന്റെ ലോൺ പേ ഓഫ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ഏതാണെന്ന് നോക്കാം. അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഇൻ ദി അക്കൗണ്ടിംഗ് പ്രോസസ് ഫോർ ദി ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, ദീസ് ഈസ് എ സ്പെസിഫിക് ലീഗൽ ഓർഡർ ഓഫ് പേയ്മെന്റ് ഡിക്റ്റേറ്റഡ് ബൈ പാർട്ണർഷിപ്പ് ലോസ് സച്ച് ആസ് സെക്ഷൻ 48 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. എന്താണ് പാർട്ണർഷിപ്പ് ആക്ട് 1932ന്റെ സെക്ഷൻ 48 ഓർഡർ ഓഫ് പേയ്മെന്റ് ഡിസൊല്യൂഷന്റെ സമയത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈബിലിറ്റീസ് നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടത്. ആ ഓർഡർ ഓഫ് പേയ്മെന്റ് നമുക്ക് നോക്കാം. വെൻ എ ഫേം ഈസ് ഡിസോൾവ്ഡ്, ഒരു ഫേം ഡിസോൾവ് ആവുകയാണെങ്കിൽ അവിടെയുള്ള അസറ്റുകൾ വിൽക്കുകയും ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയും വേണം. അതിന്റെ ഓർഡർ ആണ് പറയുന്നത്. ആദ്യം തന്നെ എന്ത് നൽകുക? റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അസറ്റ് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ആദ്യം നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. കോസ്റ്റ് ഇൻകോർഡ് ടു ഡിസോൾവ് ദ ഫേം, അതായത് ആ ഒരു ഫേം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന കോസ്റ്റുകളാണ് റിയലൈസേഷൻ എക്സ്പെൻസ്. ഇതിനകത്ത് ലീഗൽ ഫീസും ഓപ്ഷണൽ ചാർജസും ഒക്കെയാണ് വരുന്നത്. അത് ആദ്യം തന്നെ കൊടുത്തു തീർക്കുക. അതിനുശേഷം എന്ത് വേണം? ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യണം. ഡെറ്റ് ഓഡ് ടു തേർഡ് പാർട്ടി. എന്താണ് ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ? തേർഡ് പാർട്ടീസ് ആണ്. ഇപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തതിന് ശേഷം പേ ഓഫ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഔട്ട്സൈഡേഴ്സ് ലൈബിലിറ്റി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് ലോൺ ആണ്. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പാർട്ട്നേഴ്സിന്റെ ലോൺ എപ്പോഴാണ് കൊടുക്കുന്നത്? ഔട്ട്സൈഡേഴ്സിന്റെ ലൈബിലിറ്റി കൊടുത്തതിന് ശേഷമാണ് പാർട്ട്നേഴ്സിന്റെ ലോൺ കൊടുക്കേണ്ടത്. ലോൺ അഡ്വാൻസ്ഡ് ബൈ എ പാർട്ട്ണർ ടു ദി ഫേം, അതായത് മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ണറുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വിടുക. അതിനുശേഷം എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ട് അതായത് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനകത്ത് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതാണ്. സോ അത് കൊടുത്തു തീർക്കുക. റിട്ടേണിംഗ് ദ റിമൈനിങ് ബാലൻസ് ടു പാർട്ട്നേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് എന്ത് നൽകണം? ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇനി ലെഫ്റ്റ് ഓവർ സർപ്ലസ് ഈ സ്റ്റേഡ് ടു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ആർക്ക് കൊടുക്കുക? പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓർഡർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 48 പ്രകാരമാണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചത് പാർട്ട്നേഴ്സിന്റെ ലോൺ ആണ്. ചിലപ്പോൾ അടുത്ത് ചോദിക്കുന്നത് റിയലൈസേഷൻ എക്സ്പെൻസ് ഏത് ഓർഡറിലാണ്? ഫസ്റ്റ് കൊടുക്കേണ്ടതാണ് റിയലൈസേഷൻ എക്സ്പെൻസ്, സെക്കൻഡ് ഔട്ട്സൈഡ് ലൈബിലിറ്റി, തേർഡ് പാർട്ട്നേഴ്സ് ലോൺ, ലാസ്റ്റ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഓർഡർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ പാർട്ണർഷിപ്പിന്റെ ആണ്. ഇൻസോൾവൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റും 2 അസംഷൻസും ആണ് തന്നിരിക്കുന്നത്. നോക്കാം. ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ റിക്വയർ റിവാലുവേഷൻ ഓഫ് പാർട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. നമ്മുടെ ഇൻസോൾവൻസി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താവശ്യമായിട്ട് വരുന്നോ? അസറ്റുകളും പാർട്ണർഷിപ്പിന്റെ അസറ്റുകളും ലൈബിലിറ്റീസും റീവാല്യൂ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അസംഷൻ പറയുന്നു ഇൻസോൾവൻസി അഫക്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. നമ്മുടെ ബിസിനസിന്റെ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏത്? ഇൻസോൾവൻസി എന്ന് പറയുന്നത്. 2, ദ ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. ഇൻസോൾവെന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസോൾവെന്റ് പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ 2 അസംഷൻസ് ആണ് ഉള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണോ അതിനനുസരിച്ച് അസംഷൻ ശരിയാണോ തെറ്റാണോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദീസ് അസംഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇംപ്ലിസിറ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് സ്റ്റേറ്റ്മെന്റുമായിട്ട് സാധൂകരിച്ച് നിൽക്കുന്ന അസംഷൻ ഏത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ശരി തന്നെയാണ് എന്ന് നമ്മൾ കരുതുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസംഷൻ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അസംഷൻസ് ചെക്ക് ചെയ്യാലോ. അസംഷനിൽ എന്താ ആദ്യം പറഞ്ഞത്? ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആവുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ അത് അഫക്ട് ചെയ്യും. കാരണം എന്താ? ഒരാൾ പാപ്പരായില്ലേ? അസംഷൻ ശരിയാണ്. രണ്ടാമത് പറയുന്നു ഇൻസോൾവെന്റ് പാർട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ശരിയാണോ? ഇൻസോൾവെന്റ് ആയ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കോ? മോസ്റ്റ് ഓഫ് ദി കേസിലും അത് ഡെബിറ്റ് ബാലൻസ് ആണ് ആവുന്നത് അല്ലേ? കാരണം എന്താ? അദ്ദേഹത്തിന്റെ ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള അസറ്റ് ആരുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയാണ്? ആ പാർട്ട്ണറുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. സോ മിക്കപ്പോഴും എന്താണ്?
ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആവാനാണ് ചാൻസ്, അല്ലാതെ ഓൾവേസ് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തതാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. only assumption 1 is implicit, option B only assumption 2 is implicit, option C both 1 and 2 are implicit, last one neither 1 or 2 implicit. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. only 1 അല്ലേ, assumption 1 is implicit. നമ്മുടെ സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്ന ഒരു അസംഷൻ ആണ് അവിടെ ഉള്ളത്. ഏത്? നമ്മുടെ ഒന്നാമത്തെ അസംഷൻ ആണ്. രണ്ടാമത്തേനകത്ത് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ആ രണ്ട് PYQs നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അക്കൗണ്ടൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ രീതിയിൽ പഠിക്കാതെ ഓപ്ഷൻസ് കൂടെ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ആ ഓപ്ഷൻ റിലേറ്റഡ് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.